എല്ലാവരും എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ 2 കുട്ടികളാണ്, ഗോവിന്ദും നന്ദു. ഇന്ന് ചേച്ചിയുടെ ജന്മദിനമായിരുന്നു കേട്ടോ, ഞായറാഴ്ച. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളിന്ന് എല്ലാവരും എറണാകുളം വന്നതാണ് കേട്ടോ. ഞങ്ങളെല്ലാം കൂടെ ഒരു 10-12 പേരേ ഉള്ളൂ. ഒരു ചെറിയൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചേച്ചി ഞങ്ങളെ എറണാകുളത്തോട്ട് വിളിച്ചു കേട്ടോ. അതിൻ്റെ വിശേഷങ്ങൾ എന്നാ നോക്കാം. ആദ്യം നമുക്ക് പാലപ്പച്ചട്ടിയിൽ വറുത്ത ചിക്കൻ ഫ്രൈ, പപ്പടം, പിന്നെ ഇത് ചിക്കൻ കറി, പിന്നെ ചെറിയ അയല. അയല എല്ലായിടത്തും കിട്ടുമല്ലോ, ചെറുത്. അപ്പോൾ അത് വറുത്തത്. പിന്നെ നമ്മുടെ കടച്ചക്ക തീയല കേട്ടോ, തേങ്ങ അരച്ച് വെച്ച കടച്ചക്ക തീയൽ. കടച്ചക്കയുടെ സീസണാണല്ലോ. കടച്ചക്ക തീയൽ ഒഴിച്ച് കറി ആട്ടുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ചേർത്തൊരു ചെമ്മീൻ റോസ്റ്റാണ്. പിന്നെ ഇതെന്നാ നോക്കട്ടെ, ഇത് വെള്ളം കേട്ടോ, കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം. ഇത് നമ്മുടെ എന്തുവാ, അയല മുളകിട്ടത്. അപ്പം അമ്മ കോഴി കഴിക്കത്തില്ല കേട്ടോ, ചിക്കൻ കഴിക്കത്തില്ല. അമ്മയ്ക്ക് വേണ്ടി മീൻ കറി വെച്ചേക്കുവാണ്. പിന്നെ പുളിശ്ശേരി, പിന്നെ തന്നെ ചോറ്, പാലക്കാടൻ മുട്ട കേട്ടോ ചോറ്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിനെ പ്രമാണിച്ച് ഉള്ള കറികളൊക്കെ കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞൊരു പരിപാടിയാണ്. പിന്നെ ഇത് കൂടാതെ ഒരു വിശേഷം കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഡോറ് തുറന്ന് നമ്മൾ സ്റ്റെയർ കയറി മുകളിലോട്ട് നടന്ന് ചെല്ലുമ്പോൾ കിട്ടുന്ന കാഴ്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വടുതല ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ നേരെ പുറകുവശമാണ് കാണുന്നത്. ഞങ്ങളുടെ കായലാട്ടോ, കായൽ. അങ്ങനെ നടുവിലൂടെ ഇവിടെ നമ്മുടെ മുരിങ്ങ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കായലിൻ്റെ നടുക്കൂടി ഒരു പാലം പോകുന്നുണ്ടോ. ആ പാലമാണ് സൗത്ത് ഇന്ത്യയിലെ കായലിൻ്റെ നടുക്കൂടി പോകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ പാളം. നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡിലോട്ട് ഉള്ളൊരു റെയിൽവേ പാളമാണ്. ഗുഡ്സ് മാത്രമേ പോകത്തുള്ളൂ, അത് വല്ലപ്പോഴും. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ വിശേഷം മാത്രം പോരല്ലോ, കഴിക്കണ്ടേ. അപ്പോൾ അതിന് കുറച്ച് ചോറെടുത്തിട്ടുണ്ട്, കുറച്ച് ചിക്കൻ കറി, ചിക്കൻ കാല് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചെമ്മീൻ റോസ്റ്റ്, ഒരു പപ്പടം, പിന്നെ പെങ്ങടെ വക പെട്ടെന്നൊരു അയല വറുത്തതും കിട്ടി കേട്ടോ. അത് കൂടാതെ നമ്മുടെ കടച്ചക്ക തീയൽ, പിന്നെ പുളിശ്ശേരി ഉണ്ട്. അത് ഞാൻ സെക്കൻഡ് റൗണ്ടാണ് ഉപയോഗിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെറിയൊരു പിറന്നാൾ വിശേഷം കേട്ടോ.